കർഷകരെ പരിഹസിച്ച് മന്ത്രി എം.ബി. രാജേഷ്. കർഷകർ പ്രതിഷേധിക്കുന്നത് ഫോട്ടോയെടുക്കാൻ വേണ്ടി എന്നാണ് മന്ത്രിയുടെ പരിഹാസം. പാലക്കാട് തൃത്താല കപ്പൂരിൽ കർഷക ദിന പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ മന്ത്രിക്കെതിരെ കറുത്ത മാസ്ക് അണിഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു. ഈ പ്രതിഷേധത്തെയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള പ്രതിഷേധമെന്ന് മന്ത്രി തരം താഴ്ത്തിയതും അപമാനിച്ചതും. പോലീസ് ഒന്ന് തടയുന്ന ഒരു ഫോട്ടോ എടുക്കണം. ആ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ്. അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ കാണുന്നത്. പരാതിയില്ല. പക്ഷെ വസ്തുതായിട്ട് നമ്മൾ പറയണമല്ലോ. ഇവിടുത്തെ നെൽകൃഷിക്കാരുടെ എണ്ണം 380 അല്ലേ? 380. എത്ര പേർക്ക് നെല്ലെടുത്തതിൻ്റെ താഴ്വില കൊടുത്തു? 372 പേർക്ക്. ഇനി അവശേഷിക്കുന്ന എത്ര പേരുണ്ട്? 8 പേര്. അതിന് കാരണങ്ങളുണ്ട്. ഏതായാലും പ്രതിഷേധമൊക്കെ വന്നു, ഇങ്ങനെ പ്രചരണമൊക്കെ വരുന്നു. ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പ്രതീതി എന്താണെന്ന് വെച്ചാൽ നെല്ലെടുത്തു ഒരാൾക്കും കാശ് കിട്ടിയിട്ടില്ല എന്നല്ല. ഈ കൂട്ടത്തിൽ നെൽകൃഷിക്കാരില്ലേ? അല്ലേ? ഉണ്ടോ? എന്നറിയാൻ വേണ്ടിയിട്ടോ? കാശ് കിട്ടിയോ? അതുകൊണ്ടല്ലേ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, സ്വന്തം മണ്ഡലത്തിലെ വോട്ടർമാർ കൂടിയായ കർഷകരെയാണ് മന്ത്രി എം.ബി. രാജേഷ് പരിഹസിച്ചിരിക്കുന്നത്. കർഷകർ, അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷേ അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് എന്ന് അവരുടെ എം.എൽ.എ. കൂടിയായ മന്ത്രി പറഞ്ഞത് ശരിയായോ? ഇതിനോട് എങ്ങനെയാണ് കർഷകർ പ്രതികരിച്ചത്? അനിൽ നമ്പ്യാർ, മന്ത്രി എം.ബി. രാജേഷിന്റെ ഭാഗത്തു നിന്ന് കർഷകരെ പരിഹസിച്ചുകൊണ്ടുള്ള വാക്കുകളിൽ കടുത്ത പ്രതിഷേധം തന്നെയാണ് കർഷകർക്ക് ഉള്ളത്. പാലക്കാട് തൃത്താലയിലെ കപ്പൂരിലെ ഈ ചിങ്ങം 1 കർഷക ദിന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മന്ത്രി എത്തിയപ്പോൾ നെൽകർഷകർ കറുത്ത മാസ്ക് അണിഞ്ഞുകൊണ്ട് അവർ പ്രതിഷേധിക്കുകയുണ്ടായി. ഈ സമയത്ത് പോലീസ് എത്തി അവരെ തടഞ്ഞു. പിന്നീട് ഈ സ്റ്റേജിലേക്ക് കയറിയപ്പോഴായിരുന്നു മന്ത്രിയുടെ പരിഹാസം. ഈ കർഷകർ കറുത്ത മാസ്ക് അണിഞ്ഞ് അവിടെ നിന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് എന്ന തരത്തിലാണ് ആ കർഷകരുടെ പ്രതിഷേധത്തെ പരിഹസിച്ചുകൊണ്ട് മന്ത്രി പ്രതികരിച്ചത് എന്നുള്ളതാണ്. മാത്രമല്ല, മന്ത്രി കൃത്യമായി ചോദിക്കുന്നുണ്ട്, നെല്ലിന് വിലയൊക്കെ കൃത്യമായി നൽകി, ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും നെല്ലിന് വില ലഭിക്കാത്തതായിട്ടുണ്ടോ തുടങ്ങിയ തരത്തിലാണ് മന്ത്രി അവിടെ ആ പ്രസംഗത്തിൽ ആദ്യം തന്നെ പറഞ്ഞു വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. അതേസമയം ഇന്ന് രാവിലെ മുതൽ തന്നെ പാലക്കാട് വിവിധയിടങ്ങളിൽ കർഷകരുടെ വലിയ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചും കെട്ടുതാലിയും എന്തിയൊക്കെ കർഷകരുടെ പ്രതിഷേധം തുടരുകയാണ്. കാരണം ജില്ലയിൽ 27,000-ഓളം കർഷകർക്കാണ് നെല്ല് സംഭരിച്ച് 5 മാസമായിട്ടും സർക്കാർ തുക നൽകാത്തത്. അതായത് അവരുടെ മുതൽ സർക്കാർ വാങ്ങി കയ്യിൽ വെച്ച് ഇത്രയും 5 മാസം കഴിഞ്ഞിട്ടും അതിൻ്റെ തുക കർഷകർക്ക് ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം 200 കോടിയിലേറെ രൂപ പാലക്കാട് കർഷകർക്ക് സർക്കാർ നൽകാനായിട്ടുണ്ട്. പക്ഷേ സർക്കാർ അത് ബോധപൂർവം കണ്ടില്ലെന്ന് നടിക്കുന്നു എന്ന് മാത്രമല്ല, മന്ത്രി എം.ബി. രാജേഷ് ഈ കർഷക സമരത്തെ പോലും പരിഹസിച്ചുകൊണ്ട്, കർഷകരെ പൂർണ്ണമായും പരിഹസിച്ചുകൊണ്ട് ഒരു പ്രതികരണം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ മന്ത്രി സജി ചെറിയാൻ്റെ ഭാഗത്തു നിന്നും കർഷകരെ അപമാനിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് പ്രതികരണം ഉണ്ടായിരുന്നു. കേരളത്തിൽ കൃഷി ചെയ്തില്ലെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് അരി വന്നോളും എന്ന തരത്തിലായിരുന്നു നേരത്തെ മന്ത്രി സജി ചെറിയാൻ കർഷക വിരുദ്ധ പ്രസ്താവന നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു കർഷക സമരത്തെ തന്നെ പരിഹസിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള സമരം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി നടത്തിയതാണ് ഈ കറുത്ത മാസ്ക് അണിഞ്ഞ് കർഷകർ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ എം.ബി. രാജേഷ് മന്ത്രി കർഷകരെ പരിഹസിച്ചിരിക്കുന്നത്. ഏതായാലും കർഷകരുടെ ഇടയിൽ ഈ വിഷയത്തിൽ മന്ത്രിക്കെതിരെ കടുത്ത പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. കർഷകരെ കളിയാക്കി മന്ത്രി എം.ബി. രാജേഷ്. കർഷകർ പ്രതിഷേധിക്കുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്നാണ് മന്ത്രിയുടെ പരിഹാസം. പാലക്കാട് തൃത്താല കപ്പൂരിൽ കർഷക ദിന പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ മന്ത്രിക്ക് എതിരെ കറുത്ത മാസ്ക് അണിഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു കർഷകർ. ഈ പ്രതിഷേധത്തെയാണ് ഫോട്ടോയെടുക്കാൻ വേണ്ടിയുള്ള പ്രതിഷേധമെന്ന് മന്ത്രി അപമാനിച്ചത്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.